Hi all, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന സെക്ഷൻ റീടച്ചിങ് ടൂൾസ് ആണ്. റീടച്ചിങ് എന്നുള്ളൊരു വേർഡ് എല്ലാവർക്കും അറിയാവുന്ന ഒരു വേർഡാണ്. കാരണം നമ്മൾ പഴയ ഫോട്ടോസ് എല്ലാം സ്റ്റുഡിയോയിൽ കൊടുത്ത് ക്ലിയർ ആക്കി എടുക്കുന്ന ആ ഒരു പ്രോസസ്സ് അതെല്ലാം എന്താണ് റീടച്ചിങ് വർക്കിന് എക്സാമ്പിൾ ആണ്. പക്ഷേ റീടച്ചിങ് വർക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഈ പറയുന്ന ഓൾഡ് ഫോട്ടോ അല്ലെങ്കിൽ ഡാമേജ്ഡ് ആയിട്ടുള്ള ഫോട്ടോ റിപ്പയർ ചെയ്തെടുക്കുന്ന ആ ഒരു പ്രോസസ്സ് മാത്രമല്ല ഉള്ളത്. എല്ലാവർക്കും അങ്ങനെ അറിയത്തുള്ളൂ. കാരണം നമ്മളിപ്പം സ്റ്റുഡിയോയിൽ ചെന്ന് കഴിഞ്ഞാൽ ആ സ്റ്റുഡിയോയിൽ നമ്മുടെ ഒരു ഫോട്ടോ അവർ എടുക്കുന്നുണ്ട് അല്ലേ? ആ എടുക്കുന്ന ഫോട്ടോ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങളത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ മുഖത്തോ ഫേസിലോ ഒന്നും പാടുകളൊന്നും കാണില്ല. അതുപോലെ തന്നെ ഫേസ് അല്ലെങ്കിൽ സ്കിന്നൊക്കെ കുറച്ച് സോഫ്റ്റ് ആയിരിക്കും. അതൊക്കെ ചെയ്യുന്നതും റീടച്ചിങ് ടൂളുകൾ ഉപയോഗിച്ചിട്ടാണ്. അതുപോലെ തന്നെ നമ്മൾ ഫോട്ടോഗ്രാഫിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ് റീടച്ചിങ് വർക്ക് എന്ന് പറഞ്ഞത്. അതായത് നമ്മളൊരു മോഡലിന്റെ ഫോട്ടോഷൂട്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ എന്ത് ഒബ്ജക്റ്റിന്റെ ആണെങ്കിലും നമ്മൾ ഫോട്ടോഷൂട്ട് കഴിഞ്ഞ ശേഷം ആ ഫോട്ടോഷൂട്ടിനെ നമ്മളൊരു ഔട്ട്പുട്ടിലേക്ക് കൊടുക്കുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ അതിനകത്ത് എന്തെങ്കിലും ഡാമേജുകൾ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ക്ലിയർ ചെയ്യണം. സോ ആ ക്ലിയർ ചെയ്യുന്ന പ്രോസസ്സ് എല്ലാം തന്നെയും നമ്മൾ റീടച്ചിങ് ടൂളുകൾ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. നമുക്ക് ഇതിനകത്തുള്ള റീടച്ചിങ് ടൂളുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഞാൻ ഇതിനകത്ത് പറയുന്ന ഒരു ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതും എന്ന് മനസ്സിലാകുന്നതുമായിട്ടുള്ള റീടച്ചിങ് ടൂൾ വെച്ചിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ടൂൾ നോക്കാം. ഫസ്റ്റ് ടൂൾ എന്ന് പറയുന്നത് ക്ലോൺ സ്റ്റാമ്പ് ടൂൾ ആണ് അല്ലേ? അതായത് നമ്മുടെ ടൂൾ ബോക്സിൽ ഈ ഒരു ബ്രഷ് ടൂളിന്റെ അടുത്തായിട്ടാണ് എന്ത് കിടക്കുന്നത്? ക്ലോൺ സ്റ്റാമ്പ് ടൂള് കിടക്കുന്നത്. സോ ആ ക്ലോൺ സ്റ്റാമ്പ് ടൂൾ ആണ് ഞാൻ ഫസ്റ്റ് പറയാൻ പോകുന്നത്. അതിന്റെ ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് എന്താണ്? എസ് ആണ് അതിന്റെ ഷോർട്ട് കട്ട് ആയിട്ട് വരുന്നത് കേട്ടോ. എന്താണ് ക്ലോൺ സ്റ്റാമ്പ് ടൂള്? ക്ലോൺ സ്റ്റാമ്പ് ടൂൾ paints one part of an image over another part of the same image or over another part of any open document that has the same color mode, which means നമ്മൾ ക്ലോൺ സ്റ്റാമ്പ് ടൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? നമ്മുടെ ഇമേജിനകത്തുള്ള ഒരു പോർഷൻ കോപ്പി ചെയ്ത് വേറൊരു പോർഷനിൽ പേസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതാണ് എന്ത് ക്ലോൺ സ്റ്റാമ്പ് ടൂൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ക്ലോൺ സ്റ്റാമ്പ് ടൂൾ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്ന് നോക്കാം. സാധാരണ നമ്മൾ ബ്രഷ് ടൂളിൽ പഠിച്ച സെറ്റിംഗ്സ് തന്നെയാണ്. ഇതിന്റെ പർപ്പസ് വേറെയാണ്. അതുപോലെ തന്നെ ആ ടൂൾ യൂസ് ചെയ്യേണ്ട മെത്തേഡും വ്യത്യാസമുണ്ട്. ഇതിനകത്ത് നിങ്ങൾ നോക്കുവാണെങ്കിൽ ഒരു ബ്രഷ് ടൂളിന്റെ അതേ ഐക്കൺ തന്നെയാണ് കിടക്കുന്നത് അല്ലേ? ക്ലോൺ സ്റ്റാമ്പ് ടൂൾ എടുത്തു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഐക്കൺ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഇതിനു മുമ്പ് ക്ലാസ്സിൽ പഠിച്ച ബ്രഷ് ടൂളിന്റെ സെയിം ഐക്കൺ തന്നെയാണ് കിടക്കുന്നത്. ഇനി ഞാൻ പറഞ്ഞത് എന്താണ്? ക്ലോൺ സ്റ്റാമ്പ് ടൂള് നമ്മുടെ ഇമേജിന്റെ ഒരു പോർഷൻ വേറൊരു പോർഷന്റെ മുകളിൽ പെയിന്റ് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത് എന്ന് ഞാൻ പറഞ്ഞു അല്ലെ? അപ്പൊ നമുക്കൊരു പോർഷൻ പിക്ക് ചെയ്യണ്ടേ? അതായത് നമുക്കൊരു ടാർഗറ്റ് എന്ത് ചെയ്യണം? പിക്ക് ചെയ്യണം. അതായത് ഏത് പോർഷനാണോ പെയിന്റ് ചെയ്യേണ്ടത് ആ പോർഷൻ നമ്മൾ എന്ത് ചെയ്യുക? പിക്ക് ചെയ്യുക. സോ ക്ലോൺ സ്റ്റാമ്പ് ടൂൾ എടുത്ത ശേഷം നിങ്ങൾ ചെയ്യേണ്ട ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? നിങ്ങൾ ഇതിന്റെ ടാർഗറ്റ് പിക്ക് ചെയ്യുക എന്നുള്ളതാണ്. സോ അങ്ങനെ ടാർഗറ്റ് പിക്ക് ചെയ്യണമെങ്കിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് കീബോർഡിലെ ഓൾട്ട് എന്നുള്ള കീ ഉണ്ട്. കീബോർഡിലെ ഓൾട്ട് കീ പ്രസ് ചെയ്ത് പിടിക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക? ഒരു ടാർഗറ്റ് ഏരിയ പിക്ക് ചെയ്യുക. ഇപ്പൊ ഞാൻ ഇവിടെ നിന്നാണ് പിക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ ഈ ഒരു ഏരിയ പിക്ക് ചെയ്യുന്നു. അതിനുശേഷം പറഞ്ഞത് എന്താണ്? വേറൊരു പോർഷനിൽ മുകളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പെയിന്റ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. സോ നമ്മൾ ഈ പിക്ക് ചെയ്ത ടാർഗറ്റ് ഏരിയ നമ്മൾ ഇമേജിൽ വേറെ എവിടെയെങ്കിലും പെയിന്റ് ചെയ്യണം. സോ ആ പെയിന്റ് ചെയ്യേണ്ട ഏരിയ എവിടെയാണോ അവിടെ കൊണ്ട് എന്ത് ചെയ്യുക? നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഒരു ഏരിയ അതേപടി അങ്ങോട്ട് പേസ്റ്റ് ആവും. കണ്ടോ? അതായത് ഒരു ഏരിയ നമുക്ക് കോപ്പി ചെയ്യാം, അതുപോലെ തന്നെ എന്ത് ചെയ്യാം? വേറൊരു ഏരിയ കൊണ്ട് പേസ്റ്റ് ചെയ്യാം. സോ ഇങ്ങനെയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ക്ലോൺ സ്റ്റാമ്പ് ടൂള് യൂസ് ചെയ്യേണ്ടത്. ക്ലോൺ സ്റ്റാമ്പ് ടൂൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഒരു ടാർഗറ്റ് പിക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ കീബോർഡിലെ ഓൾട്ട് കീ പ്രസ് ചെയ്ത് എന്ത് ചെയ്യുക? ഒരു ടാർഗറ്റ് പിക്ക് ചെയ്യുക. ഈ ടാർഗറ്റ് പിക്ക് ചെയ്ത ശേഷം നമ്മൾ എന്ത് ചെയ്യുക? അത് വേറൊരു ഏരിയയിൽ മുകളിൽ കൊണ്ട് എന്ത് ചെയ്യുക? ജസ്റ്റ് ലെഫ്റ്റ് മൗസ് ബട്ടൺ വെച്ച് ക്ലിക്ക് ചെയ്താൽ മതിയാവും. ആ പോർഷൻ അവിടെ പെയിന്റ് ആവും. അങ്ങനെയാണ് നമ്മൾ ക്ലോൺ സ്റ്റാമ്പ് ടൂള് വർക്ക് ചെയ്യേണ്ടത്. പക്ഷെ ഇതിനകത്ത് ഇനി അറിഞ്ഞിരിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. അതിനകത്ത് ഒന്നെന്ന് പറയുന്നത് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത് ടാർഗറ്റ് പിക്ക് ചെയ്യുന്ന കാര്യം പറഞ്ഞു അല്ലേ? സോ നിങ്ങൾ ബ്രഷ് ടൂൾ യൂസ് ചെയ്യുന്ന പോലെ യൂസ് ചെയ്ത് കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ബ്രഷ് ടൂൾ നമ്മൾ എന്താണ് ചുമ്മാ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഡ്രാഗ് ചെയ്താൽ മതിയായിരുന്നു അല്ലേ? സോ അതുപോലെ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്ന് ഞാൻ പറയാം. നിങ്ങൾ ജസ്റ്റ് ഇവിടെ നിന്ന് ശ്രദ്ധിക്കുക. ഞാനിവിടെ ഓൾട്ട് പ്രസ് ചെയ്ത് ഈ ഒരു ഏരിയ ഞാൻ പിക്ക് ചെയ്യുന്നു. പിക്ക് ചെയ്ത് ഇങ്ങേ സൈഡിൽ ഞാൻ ഡ്രാഗ് ചെയ്ത് പേസ്റ്റ് ചെയ്യാൻ പോവാണ്. ഈ പേസ്റ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ കണ്ടോ ഒരു പ്ലസ് ഐക്കൺ അവിടെ ആക്ടിവേറ്റ് ആയി വന്നേക്കുന്നുണ്ടോ? ദാറ്റ് മീൻസ് ഞാൻ അവിടെ നിന്നാണ് എന്ത് ടാർഗറ്റ് പിക്ക് ചെയ്തേക്കുന്നത്. പക്ഷേ ഞാൻ ഈ ബ്രഷ് ചേഞ്ച് ചെയ്യുന്നതിന് കൂടെ തന്നെ അവിടെ എന്തും ചേഞ്ച് ആവുന്നുണ്ട്? ആ പ്ലസ് ഐക്കണും ചേഞ്ച് ആവുന്നുണ്ട്. ദാറ്റ് മീൻസ് എന്താണ്? ആ പ്ലസ് ഐക്കൺ ഏത് പോർഷനിലേക്ക് വരുന്നോ ആ പോർഷനായിരിക്കും ഞാൻ ഇവിടെ പേസ്റ്റ് ചെയ്യുമ്പോൾ വരുന്നത്. സോ ഇത് കണ്ടോ? നമ്മൾ ഇതുപോലെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് പോയി കഴിഞ്ഞാൽ കുഴപ്പം ഇതാണ്. ആ പ്ലസ് ഐക്കൺ വേറെ ഏതെങ്കിലും ഏരിയയുടെ മുകളിൽ വരും. ആ ഏരിയ ഇവിടെയൊക്കെ പേസ്റ്റ് ആയി വരാൻ
ചാൻസ് ഉണ്ട്. സോ വളരെ കെയർഫുൾ ആയിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, ഈ ക്ലോൺ സ്റ്റാമ്പ് ടൂൾ ഒക്കെ യൂസ് ചെയ്യാൻ. നമ്മൾ റീടച്ചിങ് ടൂൾസിൽ പഠിക്കുന്ന എല്ലാ ടൂളുകളും വളരെ കെയർഫുൾ ആയിട്ട് തന്നെ വേണം യൂസ് ചെയ്യാൻ. കാരണം നമ്മൾ ഒരു ഏരിയ റീജനറേറ്റ് ചെയ്യുവാണ്. സോ നമ്മൾ എത്ര പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നോ അത്രയും നല്ല ഔട്ട്പുട്ട് നമുക്ക് ഇവിടെ കിട്ടും. അപ്പം ഈ ഒരു കാര്യം നിങ്ങൾ ക്ലോൺ സ്റ്റാമ്പ് ടൂൾ യൂസ് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി വേണം നിങ്ങൾ ചെയ്യാൻ. ഓക്കെ, സോ ഞാൻ ഒരു പ്രാവശ്യം കൂടെ പറയാം. ക്ലോൺ സ്റ്റാമ്പ് ടൂൾ യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കീബോർഡിലെ ഓൾട്ട് കീ പ്രസ് ചെയ്ത് ഒരു ടാർഗറ്റ് ഏരിയ പിക്ക് ചെയ്യുക. ദെൻ അതിനുശേഷം എന്ത് ചെയ്യുക, നമുക്ക് ആ ഏരിയ എവിടെയാണോ പേസ്റ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എവിടെയാണോ പെയിന്റ് ചെയ്യേണ്ടത് അവിടെ കൊണ്ട് എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ആ ഏരിയ നമുക്ക് അവിടെ പേസ്റ്റ് ആയി കിട്ടും. സോ ഇത് കണ്ടോ. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ക്ലോൺ സ്റ്റാമ്പ് ടൂൾ യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ക്ലോൺ സ്റ്റാമ്പ് ടൂളിന്റെ സെറ്റിംഗ്സ് പഠിക്കാം. അതിനകത്ത് ഒന്ന് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഏതാണ്? ബ്രഷിന്റെ സൈസ്, ഹാർഡ്നെസ്, ആംഗിള്, റൗണ്ട്നെസ്, ബ്രഷ് ടൈപ്പ്, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ബ്രഷ് ടൂളിൽ പഠിച്ചത് തന്നെയാണ്. ആ സെയിം സെറ്റിംഗ്സ് തന്നെയാണ് ഇതിനകത്തും വരുന്നത്. കാരണം ഇതൊരു ബ്രഷ് ടൂൾ പോലത്തെ ഒരു ടൂളാണ്, പക്ഷെ ഇതിന്റെ പർപ്പസ് ആണ് വ്യത്യാസം വരുന്നത്. ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്. സോ ഇതിനകത്ത് എനിക്ക് പറയേണ്ട കാര്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാൽ പോലും ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ചുവിട്ട് പറയാം. സൈസ് എന്ന് പറയുന്നത് എന്താണ്, ഈ ബ്രഷിന്റെ സൈസ് അല്ലെ. ഇവിടെ സൈസ് കൂട്ടുമ്പോൾ ബ്രഷിന്റെ വലുപ്പം കൂടും. സോ അതാണ് എന്ത്, സൈസ് എന്ന് പറയുന്നത്. ഈ സൈസ് നമുക്ക് കൂട്ടാനും കുറയ്ക്കാനും ഓപ്പൺ സ്ക്വയർ ബ്രാക്കറ്റ് ആൻഡ് ക്ലോസ് സ്ക്വയർ ബ്രാക്കറ്റ് യൂസ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു അല്ലേ. ഓപ്പൺ സ്ക്വയർ ബ്രാക്കറ്റ് ആൻഡ് ക്ലോസ് സ്ക്വയർ ബ്രാക്കറ്റ് യൂസ് ചെയ്യാം സൈസ് കൂട്ടാനും കുറയ്ക്കാനും. അതുപോലെ തന്നെ എന്തുണ്ട്, ഇവിടെ ഹാർഡ്നെസ് ഉണ്ട് അല്ലെ. ഹാർഡ്നെസ് മീൻസ് എന്താണ്, ഈ ഒരു ബ്രഷ് ടൂളിന്റെ എഡ്ജിൽ വരുന്ന ആ ഒരു സോഫ്റ്റ്നെസ് ആണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഹാർഡ്നെസ്സും കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇതിനകത്ത് ഹാർഡ്നെസ്സിന് ഒരു ഇമ്പോർട്ടന്റ് റോൾ ഉണ്ട്, ഹാർഡ്നെസ്സിനും ഉണ്ട്. അതുപോലെ തന്നെ ഈ മുകളിൽ കിടക്കുന്ന ഒപ്പാസിറ്റിയും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോൾ ഉണ്ട്. നമ്മൾ ഒരു ഏരിയ പിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളിത് റീടച്ച് ചെയ്ത് കഴിയുമ്പോൾ ഒരു കാരണവശാലും ആൾക്കാർക്ക് തോന്നരുത് ഇത് റീടച്ച് ചെയ്ത ഒരു ഇമേജ് ആണെന്ന് തോന്നരുത്. കാരണം അതൊരു പ്യുവർ ഇമേജ് പോലെ തന്നെ അത്ര ക്ലാരിറ്റിയോട് കൂടി നമുക്ക് കിട്ടേണ്ട ആവശ്യമുണ്ട്. ഈ ഒരു ക്ലോൺ സ്റ്റാമ്പ് ടൂൾ എടുത്ത് ഇതിന്റെ ബ്രഷ് സെറ്റിംഗ്സിൽ ചെന്ന് ഞാൻ ഹാർഡ്നെസ് വാല്യൂ ഒരു 50 ആക്കുക. ഓക്കെ, സോ ഹാർഡ്നെസ് വാല്യൂ 50 ആക്കിയിട്ട് ഇപ്പൊ ഞാൻ ഈ ഒരു ഏരിയ പിക്ക് ചെയ്ത് ഓൾട്ട് പ്രസ് ചെയ്താണ് ഞാൻ പിക്ക് ചെയ്ത്. അതിനുശേഷം ഞാൻ അത് ഇവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്താണ് പ്രശ്നം, ഇതുണ്ട്. അത് സൂം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ ഒരു റൗണ്ട്നെസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. കാരണം അവിടെ എന്താണ്, വളരെ ഹാർഡായിട്ട് തന്നെയാണ് നമ്മൾ ആ ഏരിയ കോപ്പി ചെയ്തത് അല്ലേ. സോ നമുക്ക് അതിന്റെ എഡ്ജുകൾ സോഫ്റ്റ് ആയിട്ട് ഇരുന്നാൽ മാത്രമാണ് നമ്മൾ പെയിന്റ് ചെയ്യുന്ന ആ ഒരു ഏരിയയിലുള്ള കളർ പിക്സലുമായിട്ട് ഇത് സോഫ്റ്റ് ആയിട്ട് നമുക്ക് ബ്ലെൻഡ് ആയി കിട്ടുള്ളൂ. സോ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഹാർഡ്നെസ് വാല്യൂ എപ്പോഴും കുറച്ചിട്ട് യൂസ് ചെയ്യുക. കൂടുതലിട്ട് യൂസ് ചെയ്യേണ്ട സിറ്റുവേഷൻസ് വളരെ കുറവായിരിക്കും. സോ ഹാർഡ്നെസ് വാല്യൂ നിങ്ങൾ എന്ത് ചെയ്യുക, എപ്പോഴും കുറച്ചിട്ട് വേണം റീടച്ച് ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യാൻ. പിന്നെ എപ്പോഴും സീറോയിൽ ഇടണം എന്നല്ല ഞാൻ പറഞ്ഞത്, നമുക്ക് സീറോയിൽ നിന്നും ചിലപ്പോൾ ചില കേസുകളിൽ നമുക്ക് കൂട്ടിയിട്ട് ചെയ്യേണ്ടി വരും. എന്നാൽ പോലും എനിക്ക് തോന്നുന്ന ഒരു 50% മുകളിൽ നമുക്ക് കൂട്ടിയിടേണ്ട കാര്യം വരില്ല. ഇപ്പൊ 50% ഇട്ടപ്പോൾ നമുക്ക് കിട്ടിയ ഔട്ട്പുട്ട് ഞാൻ നിങ്ങൾക്ക് ഓൾറെഡി കണ്ടതാണ്. സോ അതുപോലെയുള്ള പ്രശ്നങ്ങൾ ഈ ഫോട്ടോയ്ക്ക് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഈ ഒരു ഹാർഡ്നെസ് വാല്യൂ എന്ത് ചെയ്യുക, കുറച്ചിട്ട് നിങ്ങൾ യൂസ് ചെയ്യുക. സോ ഈ ഹാർഡ്നെസ് വാല്യൂ വളരെ ഇമ്പോർട്ടന്റ് പോർഷൻ ആണ് നമ്മൾ റീടച്ച് ചെയ്യുന്ന സമയത്ത്. അത് നിങ്ങൾ ഒരു കാരണവശാലും മറന്നു പോകരുത്. ഓക്കെ, ടൈപ്സ് കാര്യങ്ങളെല്ലാം നിങ്ങൾ പഠിച്ചതാണ്, എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും, നിങ്ങൾ പ്രാക്ടിക്കലും ചെയ്ത് നോക്കിയതാണ്. സോ ഇനി ഈ മുകളിലെ ഒപ്പാസിറ്റി എന്തിനായിരിക്കും യൂസ് ചെയ്യുന്നത്. സോ ഞാനിവിടെ ഒപ്പാസിറ്റി ഞാൻ 50 ആക്കി ഇടുക. ഓക്കെ, ഒപ്പാസിറ്റി 50 ആക്കിയ ശേഷം ഞാനൊരു ഏരിയ പിക്ക് ചെയ്യുകയാണ്, ഓൾട്ട് പ്രസ് ചെയ്ത് അത് ഞാൻ ഇവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്യുകയാണ്. പേസ്റ്റ് ചെയ്യുമ്പോൾ കണ്ടോ, നമ്മൾ ആ പിക്ക് ചെയ്ത ഏരിയ അത്രയും എമൗണ്ട് അവിടെ ഒരു കാരണവശാലും കോപ്പി ആയിട്ടില്ല. കാരണം ആ ബ്രഷിന്റെ സ്ട്രെങ്ത് അവിടെ കുറവാണ്. മീൻസ് ഞാൻ അവിടെ ഒപ്പാസിറ്റി ഇത്രയാണ് കൊടുത്തേക്കുന്നത്, 50 ആണ് കൊടുത്തേക്കുന്നത്. സോ ഞാൻ അവിടെ കോപ്പി ചെയ്ത ഏരിയ കുറച്ചേ വരുന്നുള്ളൂ. അതായത് കുറച്ച് എമൗണ്ട് ഓഫ് കളർ പിക്സൽസ് മാത്രമേ അവിടെ നിന്ന് ഞാൻ കോപ്പി ചെയ്തിട്ടുള്ളൂ. സോ അതിവിടെ പേസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ടോ, അത്ര ആക്യുറേറ്റ് ആയിട്ട് അല്ലെങ്കിൽ അത്ര കൂടുതൽ എമൗണ്ട് അങ്ങോട്ട് പേസ്റ്റ് ആകുന്നില്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒപ്പാസിറ്റി നമ്മൾ 50 ആക്കി ഇട്ടേക്കുന്നതുകൊണ്ടാണ്. സോ ഒപ്പാസിറ്റിയിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, ചേഞ്ച് ചെയ്ത് വർക്ക് ചെയ്യേണ്ടി വരും. എപ്പോഴും നമ്മൾ ഒപ്പാസിറ്റി 100 ഇട്ട് വർക്ക് ചെയ്യേണ്ട ആവശ്യം വരില്ല. ചില കേസുകളിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒപ്പാസിറ്റി കുറച്ചിട്ട് യൂസ് ചെയ്യേണ്ട സിറ്റുവേഷൻസ് ഉണ്ട്. അതായത് നമുക്ക് വളരെ ടഫ് ആയിട്ടുള്ള ഏരിയകൾ, മീൻസ് നമുക്ക് കളറിലും ഈ പറയുന്ന കളർ പിക്സലുകളിലൊക്കെ വ്യത്യാസമുള്ള ഏരിയകളൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഒപ്പാസിറ്റി വാല്യൂ കുറച്ചിട്ട് നമ്മൾ യൂസ് ചെയ്യും. സോ അതിൽ നിന്നുള്ള കുറച്ച് പിക്സലും പിന്നെ അവിടെ ഓൾറെഡി ഉള്ള പിക്സലുമായിട്ട് എന്താവും, സോഫ്റ്റ് ആയിട്ട് ബ്ലെൻഡ് ആയി നിന്നോളും. അത്രയ്ക്ക് കളർ വേരിയേഷൻ ഉള്ള സമയങ്ങളിലൊക്കെയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഈ ഒപ്പാസിറ്റി വാല്യൂ കുറച്ചിട്ട് യൂസ് ചെയ്യേണ്ട ആവശ്യങ്ങൾ വരുന്നത്. ഓക്കെ, ഒപ്പാസിറ്റിയുടെ കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളത്. സോ ഫ്ലോ എന്ന പ്രോപ്പർട്ടി ഞാൻ ബ്രഷ് ടൂളിൽ പറഞ്ഞു തന്നാണ്. എന്താണ്, ബ്രഷിന്റെ കണ്ടിന്യൂറ്റി അല്ലെ. ഈ ഫ്ലോ പ്രോപ്പർട്ടിയിലൊന്നും നിങ്ങൾ ചേഞ്ച് ചെയ്യാൻ നിൽക്കണ്ട, അത് അതുപോലെ തന്നെ കിടക്കട്ടെ, അതിന് വ്യത്യാസങ്ങളൊന്നും വരുത്തണ്ട. ഓക്കെ, സോ അപ്പൊ ഇത്രയാണ് എന്ത് ക്ലോൺ സ്റ്റാമ്പ് ടൂളിൽ പറയാനുള്ള കാര്യങ്ങൾ. ഓക്കെ.